തക്കാളി ഇന്ന് രാവിലെ ഒന്ന് നനയ്ക്കാണ്ടായിരുന്നു അല്ലേ പ്രഭേ? നനവുണ്ട് അല്ലേ? നനയ്ക്കാനുണ്ട്. പക്ഷെ ഇന്നത്തെ വൈകുന്നേരത്തെ നനവുണ്ട് അല്ലേ പ്രഭേ? അതാ ഇട്ടോളൂ. അതും ഇതൊക്കെ കണക്കാം. അത് ഇട്ടോളൂ. നമ്മുടെ പാവയ്ക്ക വളർന്നിട്ടുണ്ട്. അവിടെ ഇവിടെ ഞാൻ പൊന്തിച്ചേരാം. വേറൊരു സ്പെഷ്യൽ സാധനമാണ്. നമുക്ക് വേറൊരു സൈനെ പരിചയപ്പെടാം. ഇത് ഹൈബ്രിഡ് തക്കാളി. എല്ലാറ്റിനും കുറേശ്ശെ ഇട്ടോളൂ കേട്ടോ. പാവയ്ക്കുണ്ട് ഇവിടെ. എല്ലാറ്റിനും മൂട്ടിൽ നമ്മൾ കുറച്ച് വളമല്ല മണ്ണും മിക്സാണ്. അത് അടിയിലിട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി വലുതാവുമ്പോഴേ ഇത് അതിന്ന് നമ്മൾ ഇന്നലെ ഇതിന്ന് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ചതിന് അതിൽ ഒന്നെടുത്ത് മാറ്റി വെച്ചതാ. അമ്മ പറഞ്ഞു അത് വലുതായിക്കോളും. അതേ പ്രായ അത് നമ്മൾ ഇത് കുഴിച്ചിടുന്ന വീഡിയോ ഒക്കെ ഉണ്ടല്ലോ. അതേ പ്രായമാണ് ഇവന്. പക്ഷെ ഇവൻ എന്താ വെച്ചാൽ നമ്മൾ മാറ്റി വെക്കാൻ മറന്നുപോയി. ശരി, കൊള്ളാം. എല്ലാവരും ഇട്ടോ പ്രഭേ? അതിലൊന്നും പോരാ. അങ്ങനെ അവസാനത്തെ ഓർക്കിഡും കൊഴിഞ്ഞു വീണിട്ടുണ്ട്. ഇപ്പൊ വടി മാത്രമായി. ഇത് കട്ട് ചെയ്യണ്ടേ? ഇത് ഏതില്? അതാ പുതിയ. ഇതിലിതാ വേറൊരു മുട്ട ഉണ്ണിക്കുട്ട. വേറൊരു മുട്ടിന്റെ ഇതാണ് തുടക്കം വരുന്നുണ്ട് അല്ലേ? പൂ വരുന്നതാണോ അതോ ആണോ? അമ്മേന്റെ മാക്സി എന്താ ഇതിന് പറയാ? ചുരിദാറിന്റെ നിറാണല്ലോ. അടീനി. ശംഖുപുഷ്പം എന്തായി? വിരിഞ്ഞില്ല അല്ലേ? ശംഖുപുഷ്പം മുളച്ചിട്ടില്ല, മുളയ്ക്കണേ ഉള്ളൂ. ഓക്കെ, 2 ദിവസം കൂടി കഴിയും. ഇന്ന് നമ്മൾ കുഴിച്ചിടാൻ പോകുന്ന കുക്കുംബറാണ്. ഇവൻ കുഴിച്ചിടാൻ പോകാന പന്തൽ കെട്ടാൻ പോകുന്നത്. കാരണം കണ്ടോ, ആദ്യം വന്ന് 2 ഇല കണ്ടോ, അതിന് ശേഷം മറ്റേ അതിൻ്റെ റിയൽ ഇല വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് കുഴിച്ചിടാൻ പ്രായമായി എന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, കുഴിച്ചിടട്ടെ. ഒരാഴ്ചയിനുള്ളിലേ പാമ്പാടാൻ തുടങ്ങും. പാമ്പാടാന്ന് പറയും ഞങ്ങൾ. പാമ്പാടാന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇത് വരും, തലപ്പ് വന്നിട്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോഴത്തേക്ക് അവന് സപ്പോർട്ടായിട്ട് നമ്മൾ പന്തൽ കെട്ടി കൊടുക്കണം. അതിനാണോ പാമ്പാട്ടെന്ന് പറയുന്നത്? അതിന് പാമ്പാട്. കുട്ടി എന്താ പ്രഭ എന്താ പറയാ? അമ്മ അടിച്ചു വാരിയിട്ട് വേണം നമുക്ക് അവിടെ ഒരു പന്തൽ കെട്ടാൻ. കുക്കുംബറിന് പന്തൽ കെട്ടാൻ പോവാ. പന്തലിൻ്റെ പരിപാടിയാണ്. അത് ശരി. അപ്പോൾ അമ്മ അതിൻ്റെ പ്രൈമറി സ്റ്റേജ് എന്ന് പറഞ്ഞ മാതിരി ക്ലീനിങ്ങിലല്ലേ? അവിടുന്ന് ചട്ടിയൊക്കെ മാറ്റിയല്ലോ. മാറ്റി. അവിടെ കുറേ വേണ്ടാത്ത ചട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അവനൊക്കെ എടുത്ത് അച്ഛൻ പുറകോട്ട് മാറ്റി. അപ്പോൾ അമ്മ ക്ലീനിങ് ചെയ്ത് കഴിഞ്ഞാൽ അച്ഛൻ അവിടുന്ന് ഈ 3 പില്ലറുണ്ടല്ലോ, അച്ഛൻ 3 കമ്പൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അവനെ ആണി അടിച്ചിട്ട് മെല്ലെ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് ചൂടി കൊണ്ട് നമ്മൾ കുക്കുംബറിന് പന്തൽ കെട്ടല്ലേ? അതേപോലെ. ഓക്കെ കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ പ്ലാൻ. അത് കുറച്ച് തിരക്ക് പിടിച്ചിട്ടുള്ള പന്തലായിരുന്നു. ഇത് നമുക്ക് കുറച്ചും കൂടി സമയമുണ്ട്, സുഖമായിട്ട് ചെയ്യാം. ഓക്കെ. 3 പില്ലറിൽ പോലെ. അവിടെ 4 പില്ലറുണ്ട്, ഇത് 3 പില്ലറിന് മതി. ഓക്കെ, അന്ന് കിട്ടിയ പന്തലാണ് എന്താ ഈ കാണുന്നത്. ഇതിലേറ്റവും വലിയ ചതുരപ്പയർ ഞാൻ കാണിച്ചു തരാം. ഇതാ വെള്ളത്തിൻ്റെ കണ്ടോ, കുറേ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഒരു 10-250 ആയിട്ടുണ്ട് എല്ലാ ഭാഗത്തും കൂടെ. കുഞ്ഞു കുഞ്ഞു പിന്നെ കുറേ പൂവാവാനുണ്ട്. കൊള്ളാം. ഇത് പിടിക്കും. പിടിച്ചോട്ടാ. മാങ്ങ ഒരു മാങ്ങയെ പിടിച്ചിട്ടുള്ളൂ. കോട്ടയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ക്യാരറ്റ് എന്തായി? വന്നിട്ടില്ല. 2 ദിവസമായിട്ടല്ലേ ഉള്ളൂ. നമ്മൾ ക്യാരറ്റ് കുഴിച്ചിട്ടതാണിത്. ഇല്ല, മുളച്ചിട്ടില്ല. മുളച്ച് ഞാൻ കാണിച്ചു തരുന്നുണ്ട്.
അടിയിലാകും അടിക്കാം. ആണോ? ഞാൻ എടുത്തോളാം കുട്ടിയാണ്. ചൊടി എൻ്റെ കഴിച്ചോളൂ കേട്ടോ. താഴത്തേക്കല്ലേ ഉണ്ണിക്കുട്ടാ? താഴത്ത് വെച്ചോളൂ. അതാണ് അപ്പോൾ പറയും പോലെ. അവിടെ ഒന്ന് മൂലയിൽ വെക്കാം നമുക്ക് കേട്ടോ. അവിടെ ഇല്ലല്ലോ കുഴപ്പേ. ഡൺ. അപ്പോൾ ഇന്നത്തെ കുക്കുംബർ വിശേഷം. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ വിശേഷം. നമുക്ക് നാളത്തെ വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ. പഴയ വീഡിയോസൊന്നും കാണാൻ മറക്കണ്ട.